അമ്മേ പരിശുദ്ധമേ, അമ്മേ പരിശുദ്ധമേ, ദേവമാതാവേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം മക്കളെ, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. എന്റെ കർത്താവിന്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിന്റെ അടയാളം ദേശത്തിയാൽ രോഗികളെ ആശ്വസിപ്പിക്കുന്നവനെ, അന്ധകാരത്തെ പ്രകാശത്തിലേക്ക് നയിക്കുന്നവനെ, മരിച്ചവനെ ഉയർപ്പിക്കുന്നവനെ, നിന്റെ തിരുനാമം സ്തുതി പറയുന്ന കർത്താവേ, നിന്റെ നാമത്തിൽ ഞാൻ ഈ പ്രാർത്ഥനകൾ ധൂപപ്രാർത്ഥനയായി ഉയരട്ടെ. നിന്റെ നാമത്തെ പ്രാർത്ഥനകൾ മഹത്വപ്പെടുത്തട്ടെ. ഇന്ന് പ്രഭാതത്തിൽ അങ്ങയുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കിടപ്പ് രോഗികളുണ്ട്, അതുപോലെ തന്നെ വീട്ടിൽ നിന്ന് പുറത്തു പോകാൻ പറ്റാത്ത രീതിയിൽ കടങ്ങൾ കയറി വന്നിട്ടുള്ളവരുണ്ട്. അതുപോലെ ജീവിക്കാൻ മാർഗമില്ലാതെ എന്ത് ചെയ്യണമെന്നറിയാൻ പോലാതെ എഴുന്നേറ്റ് വെറുതെ ജീവോത്സവം പോലെ കുത്തിയിരിക്കുന്നവരുണ്ട്. തലക്ക് ഭാരം പിടിച്ചവരുണ്ട്. പലപാടും ചത്താൽ മതി എന്ന് ഓർത്തുകൊണ്ട് ഹൃദയത്തിനും തലക്കും കനം തൂങ്ങിയവരുണ്ട്. അവരെല്ലാം ഞാൻ അഡ്രസ്സ് ചെയ്യുന്നു. കൃപാസനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഇന്ന് ഈ ക്ലേശം പിടിച്ച മനുഷ്യർ ദൈവത്തിൻ്റെ നാമത്തിൽ സംരക്ഷിക്കപ്പെടട്ടെ. നിന്നെ ബാധിച്ചിരിക്കുന്ന സങ്കടങ്ങൾ, സാമ്പത്തിക സങ്കടങ്ങൾ, അതുപോലെ തന്നെ നിന്നെ ബാധിച്ചിരിക്കുന്ന കുടുംബപരമായ ഭവിഷ്യത്തുകൾ, പകടുപണി നടക്കാത്തവർ, നടത്തിക്കാത്തവർ, അതുപോലെ വീട് വെക്കാൻ അനുവദിക്കാത്തവർ, അതുപോലെ വഴിയില്ലാത്തവർ, വഴി കൊടുക്കാത്തവരെ വഴി കൊടുക്കാൻ ന്യായമായിട്ട് വഴി കൊടുക്കാൻ പറ്റാത്തവർക്കും, അതുപോലെ വഴി കൊടുക്കാനേ പറ്റാത്തവർക്കും എല്ലാം കുടുങ്ങിപ്പോയവരുടെ കർത്താവേ, അവരെല്ലാം സന്ധിക്കണമേ. പുതിയൊരു മാർഗ്ഗം കാണിച്ചു കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കിണർ കുഴിച്ചിട്ട് ആയിരങ്ങളും ലക്ഷങ്ങളും മുടക്കി കുഴിച്ചിട്ട് വെള്ളമില്ലാതിരിക്കുന്നവർ, വർഷകാലത്ത് പോലും തുച്ഛമായ വെള്ളത്തിൽ ആ ജീവിതവും ആ ലോകവും ആ പറമ്പ് ഉപേക്ഷിച്ച് പോകാൻ ആഗ്രഹിക്കുന്നവർ, ഈശോയെ മല ഇറങ്ങാൻ പോകുന്നവരുണ്ട്, കാടിറങ്ങാൻ പോകുന്നവരുണ്ട്, തീരപ്രശുദ്ധം മാറാൻ പോകുന്നവരുണ്ട്. ഈശോയെ മനുഷ്യരെ കുടിയൊഴിപ്പിക്കപ്പെടുന്ന പല പ്രകൃതിദത്തമായ കാരണങ്ങൾ കുടിയൊഴിപ്പിക്കപ്പെടുന്നവരുണ്ട്. അതുപോലെ തന്നെ അത് തെറ്റായ സർക്കാരിൻ്റെ നിയമങ്ങൾ കാരണം കുടിയൊഴിപ്പിക്കപ്പെടുന്നവരുണ്ട്. ഇങ്ങനെ മനുഷ്യൻ പരക്കം പായുന്ന മക്കൾക്ക് ശാശ്വത പരിഹാരം ഉണ്ടാകാൻ ദൈവത്തിൻ്റെ ഇടപെടൽ ഉണ്ടാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവെ, നിൻ്റെ ഉന്നതമായ നാമത്തെ സ്വസ്ഥം ചെയ്യുന്നു. സഹോദരങ്ങളെ ഭിന്നതയിരിക്കുന്നവർ, സഹോദരങ്ങൾ തമ്മിൽ സ്നേഹമായിട്ടിരിക്കുകയാണെങ്കിൽ ആ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കുമായിരുന്നു. പല പ്രശ്നങ്ങളും ഉണ്ടായിരിക്കുന്നത് മനുഷ്യർ തമ്മിൽ ഭിന്നതയുള്ളത് കൊണ്ടും മനുഷ്യർ തമ്മിൽ വാശിയും വൈരാഗ്യവും ഉള്ളത് കൊണ്ടും ഗർവുള്ളത് കൊണ്ടുമാണ്. തിന്മയുടെ ശക്തി, പിശാചിൻ്റെ ആധിപത്യത്തെ യേശുക്രിസ്തു നാമത്തിൽ അമ്മയുടെ മധ്യസ്ഥതയിൽ ക്രിസ്തുവിൻ്റെ അടയാളം ഞാൻ ബന്ധിക്കുന്നു. ദൈവ
ദൈവത്തിൻ്റെ കരുണ നിൻ്റെ ഭവനത്തേക്ക് വെളിച്ചം കടന്നു വരട്ടെ. ലോർഡ് ജീസസ് ക്രൈസ്റ്റ്, pour out your spirit, touch with the fire finger, suck with the precious blood, Lord, and peace your spirit. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവായ സർവ്വേശ്വര നീക്കും. ആമേൻ. എൻ്റെ ദൈവത്തിലെ നീ പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥന എന്താണെന്ന് നീ അറിയണം. അല്ലാതെ പട്ടികപാടി പ്രാർത്ഥന പോലെ ദൈവത്തെ പ്രാർത്ഥിച്ച് ബോധം കെടുത്തരുത്. മറിച്ച് ആ പ്രാർത്ഥന അറിഞ്ഞ്, പ്രാർത്ഥന അർത്ഥം അറിഞ്ഞ്, അതിൻ്റെ ആഴങ്ങൾ അറിഞ്ഞ് അതിനെ അംഗീകരിക്കണം. വിശ്വാസം എന്ന് പറയുന്നത് അംഗീകാരമാണ്. അംഗീകാരം എന്ന് പറയുന്നത് എന്താണ്? യേശു കർത്താവാണെന്ന് അത്തരം കൊണ്ട് ഏറ്റു പറയുമ്പോൾ ദൈവം അവനെ മരിച്ചോ എന്ന് ഉയർപ്പിച്ചെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കണം. ആ വിശ്വാസം എന്ന് പറയുന്നത് ഹൃദയം അത് അംഗീകരിക്കുന്നു എന്നതാണ്, അല്ലാതെ സങ്കല്പമല്ല വിശ്വാസം. ഹൃദയം ആ ചരിത്ര സത്യത്തെ അംഗീകരിക്കുന്നു. നമ്മൾ എന്തിനാണ് വിശ്വാസ പ്രമാണത്തിൽ പാന്തിയോസ് പിലാത്തോസും ഒക്കെ പറയണത്? കാര്യം അതൊരു ചരിത്ര സത്യമായതുകൊണ്ടാണ്. പാന്തിയോസ് ജീവിച്ചിരുന്ന ഗവർണറാണ്, റോമൻ ഗവർണർ. അവന് പിലാത്തോസ് അതുപോലെ തന്നെ ഗവർണറാണ്, അതുപോലെ തന്നെ അത് ന്യായാധിപനാണ്. അതുപോലെ അവരുടെ കാലം എന്ന് പറയുമ്പോൾ ചരിത്രഘട്ടമാണ്. ചരിത്രഘട്ടത്തിൽ സംഭവിച്ച ലോകചരിത്രഘട്ടത്തിൽ സംഭവിച്ച ദൈവചരിത്രം, രക്ഷാകര ചരിത്രമാണ് നമ്മൾ വിശ്വാസ പ്രമാണത്തിൽ പ്രഖ്യാപിക്കുന്നത്. അത് നമ്മൾ അതിൻ്റെ സത്യം എന്താണ്? ചരിത്രത്തിൻ്റെ കർത്താവ് യേശുവാണെന്നാണ്. യേശു കർത്താവാണ് എന്ന അത്തരം കൊണ്ട് നമ്മൾ ഏറ്റുപറയണം. റോമാ 10:9 ആകയാൽ യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷ പ്രാപിക്കും. ഈ ഹൃദയത്തിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞപ്പോൾ പരിശുദ്ധാത്മാവ് എന്നിലൂടെ മുമ്പൊരിക്കലും പറയാത്തൊരു കാര്യം പറയുന്നുണ്ട്. ഇപ്പോൾ അത് വീണ്ടും പറയാൻ വേണ്ടിയാണ് ഞാൻ വീണ്ടും ഇത് ആവർത്തിച്ചത്. എന്താണ് ഹൃദയത്തിൽ വിശ്വസിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ? അത് വിശ്വാസം കേൾവിയിൽ നിന്നും, കേൾവി യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള വചനങ്ങളിൽ നിന്നൊന്നല്ലേ പറയണത്. റോമ 10:17 എടുത്തേ. ആകയാൽ വിശ്വാസം കേൾവിയിൽ നിന്നും കേൾവി ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രസംഗത്തിൽ നിന്നുമാണ്. അപ്പം വിശ്വാസം കേൾവിയിൽ നിന്നാണെന്ന് പറയുമ്പോൾ, വിശ്വാസം കേൾവി ആകട്ടെ ക്രിസ്തുവിനെ കുറിച്ചുള്ള വചനങ്ങളിൽ നിന്നാണെന്ന് പറയുമ്പോൾ പൗലോസ് അപ്പോസ്തലൻ ഉദ്ദേശിക്കുന്നത് വിശ്വാസം അറിവിൽ നിന്നാണെന്നാണ്. കേൾവി എന്ന് പറയുന്നത് ചെവിയാണല്ല, ഓഡിയോ. അപ്പോൾ ഓഡിയോയിലൂടെ ഒരു പഞ്ചേന്ദ്രിയത്തിൻ്റെ ഒരു ഭാഗമാണ് ശ്രവണം. അപ്പോൾ അതിലൂടെ അറിവാണ് കിട്ടുന്നത്. അപ്പോൾ വിശ്വാസം അറിവാണെന്നല്ല ശരിക്കും പറഞ്ഞതിൻ്റെ അർത്ഥം. അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് വിശ്വാസം ആ അറിയണ കാര്യത്തെ ചില ആൾക്കാർ അംഗീകരിക്കും, ചില ആൾക്കാർ അംഗീകരിക്കണില്ല. അപ്പം ചിലർക്ക് അറിയാം യേശു കർത്താവാണെന്ന്, പക്ഷെ അവർ അംഗീകരിക്കത്തില്ല. ഇപ്പം നിനക്കും അറിയാം, ഞാൻ പറയുമ്പോൾ യേശു കർത്താവാണ്. അതിൽ നമ്മുടെ വീട്ടിൽ രൂപക്കൂടൊക്കെ വെച്ച് ഹൃദയത്തിൻ്റെ വലിയ പടമൊക്കെ വെച്ച് തിരികെ കത്തിക്കണം. എന്തിനാണ്? യേശു കർത്താവാണെന്ന് നമുക്കറിയാം, പക്ഷേ നമ്മുടെ പ്രവർത്തനം കണ്ടാൽ അറിയാൻ പറ്റും, അംഗീകരിക്കണില്ല എന്നറിയാൻ പറ്റും. ഈ അറിവും അംഗീകാരവും തമ്മിലുള്ള അകൽച്ച എന്ന് പറയുന്നത് ഒരു വല്ലാത്ത അകൽച്ചയാണ്. അറിയുന്നവരാരും അംഗീകരിക്കണില്ല, അതാണ് പ്രശ്നം. അറിയുന്ന ആരുമല്ല, അറിയുന്ന പലരും അംഗീകരിക്കുന്നില്ല. കാര്യം വിശ്വാസം, അതായത് ഹൃദയത്തിൽ വിശ്വസിച്ച് യേശു കർത്താവാണെന്ന് അത്തരം കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവന് മരിച്ചെന്ന് ഉയർപ്പിച്ചെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്യണമെന്ന് പറയുന്നത് ഹൃദയം അത് അംഗീകരിക്കുന്നു എന്നാണ്. അംഗീകരിക്കുമ്പോൾ എന്തൊക്കെ സംഭവിക്കുമെന്ന് അറിയാം. ഒഫീഷ്യലായത്. മറ്റത് അറിവെന്ന് പറഞ്ഞാൽ അനൗദ്യോഗികമാണ്, അംഗീകാരം ഔദ്യോഗികമാണ്. ഇപ്പോൾ ഒരു ലെറ്റർ പാഡ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആൾക്കാർ ചിലപ്പോൾ ഞങ്ങളൊക്കെ റിജക്റ്റ് ചെയ്യും. അത് ചില അച്ഛന്മാർ പള്ളിയിൽ നിന്ന് അയച്ചിരുമ്പോൾ ജ്ഞാനസ്ഥാന സർട്ടിഫിക്കറ്റ് കൊണ്ടുവരും. അപ്പോൾ ഉടനെ ഞാൻ വികാരിയാണെങ്കിൽ ഞാൻ സർട്ടിഫിക്കറ്റ് നോക്കും. എന്താണ്? ഞാൻ തിരിച്ചു കൊടുത്തു വിടും. അംഗീകരിക്കത്തില്ല. കാര്യം അച്ഛൻ്റെ ഒപ്പം അതിനകത്തുള്ളൂ, പള്ളിയുടെ സീലില്ലെന്ന് പറയും. പള്ളിയുടെ സീലാകുമ്പോഴല്ല ആ ഇൻസ്റ്റിറ്റ്യൂഷൻ അത് അംഗീകരിക്കത്തുള്ളൂ. മറ്റേ അച്ഛന് അച്ഛൻ്റെ പേഴ്സണൽ ഒപ്പ് ഇടവിടാറില്ല. അച്ഛനെ പേഴ്സണൽ ഒപ്പല്ല, ആ അച്ഛൻ തന്നെയാണ് ഇപ്പോൾ ആ പള്ളിയിലെ വികാരി. നമുക്കറിയത്തില്ലല്ലോ. സീലുണ്ടെങ്കിൽ മാത്രമേ അറിയാൻ പറ്റത്തുള്ളൂ ഈ അച്ഛൻ അവിടെ മാറിപ്പോയോ
എന്നിട്ട് ഈ അച്ഛൻ ഇപ്പം ഇരിക്കുന്ന പള്ളിയിൽ നിന്ന് കള്ളൊപ്പിട്ടിട്ട് വന്നിരിക്കുകയാണ് ഈ ആൾക്കാരുടെ സമ്മർദ്ദം കാരണം. അത് അച്ഛൻ അവിടുന്ന് മാറിപ്പോയോ? ആ പള്ളിയിൽ തന്നെയാണ് ഇത് വന്നിരിക്കണമെന്ന് അറിയണമെങ്കിൽ എന്ത് ചെയ്യണം? അച്ഛൻ്റെ ഒപ്പം പോരാ, സീല് വേണം. അപ്പം എന്താണ് ആ പള്ളിയിൽ നിന്ന് തന്നെ വന്നത്, ആ അച്ഛൻ ആ പള്ളി തന്നെ ഇരിക്കണത്, പള്ളിയുടെ കൺകറൻസ് ആയി. അത് അംഗീകാരം എന്ന് പറഞ്ഞാൽ അതാണ്. അംഗീകാരത്തിൽ 2 ലെവലുണ്ട്, പേഴ്സണൽ ലെവലും ഉണ്ട്, ഒരു ഒഫീഷ്യൽ ലെവൽ, ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ലെവലും ഉണ്ട് അതിൻ്റെ അകത്ത്. ഇപ്പോൾ യേശു കർത്താവാണെന്ന് അത്തരം കൊണ്ട് ഏറ്റു പറയണതും അത് അംഗീകരിക്കാതെ ഏറ്റു പറയാം. നമുക്ക് അംഗീകരിക്കുമ്പോൾ അംഗീകരിച്ച് ഏറ്റു പറയണതും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇപ്പോൾ ഒരു ക്യാൻസർ 4th സ്റ്റേജാണ്, ഡോക്ടർ പറഞ്ഞു ഇനി കീമോ എടുത്തിട്ടും കാര്യമില്ല എന്ന് ചിലരോട് പറയും. പക്ഷേ നിങ്ങൾ പറയും അത് ഡോക്ടറല്ലല്ലോ കർത്താവ്, യേശു അല്ലേ കർത്താവ് എന്ന് പറയുമ്പോൾ അത് അത്തരം കൊണ്ട് പറയണത് അംഗീകരിച്ച പോലെയാവും. അവിടെയാണ് വിശ്വാസം വഴി നീതിമാൻ ജീവിക്കുന്നത്. എൻ്റെ പേര് ലിസി എന്നാണ്. ഞാൻ 2022 നവംബർ മാസമാണ് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുക്കാൻ വന്നത്. അന്ന് ഞാൻ വരുമ്പോൾ എനിക്ക് ഒരുപാട് സങ്കടങ്ങളും ആകുലതകളും എന്നെ ഒത്തിരി അലട്ടിയിരുന്നു. പരിഹാരം ഉണ്ടാകുമോ എന്നൊരു സംശയവും ഉണ്ടായിരുന്നു. പക്ഷേ ഞാനിവിടെ വന്ന് ഉടമ്പടിയിൽ നിയോഗം വെച്ച് ഞാൻ പ്രാർത്ഥിച്ചു. ഓരോ നിയോഗങ്ങളും ഞാൻ എൻ്റെ മനസ്സിൽ തട്ടി ഞാൻ എഴുതി. ആ നിയോഗത്തിൽ ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മേ എനിക്കിവിടെ സന്തോഷത്തോടെ വന്ന് സാക്ഷ്യം പറയുവാൻ സാധിക്കണേ എന്ന് ഞാൻ എൻ്റെ ആഗ്രഹങ്ങളെല്ലാം അമ്മ മാതാവിനെ അറിയിച്ചു. ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ ഞങ്ങൾക്ക് ആദ്യമേ തന്നെ ഞാൻ പറയാം, ഞങ്ങൾക്ക് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എന്നാൽ വേറെ ബുദ്ധിമുട്ടല്ല, എന്നാലും കുറച്ച് ബുദ്ധിമുട്ടുണ്ടായപ്പോൾ ഞങ്ങൾ ഹസ്ബൻഡിന് പോളണ്ടിലേക്ക് പോകാനൊരു വിസ വന്നു. അപ്പോൾ ആ സമയത്ത് ഞങ്ങൾ ഒത്തിരി സന്തോഷിച്ചു. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ചെറിയ ചെറിയ രോഗങ്ങൾ ഭർത്താവിനെ അലട്ടുന്നുണ്ടായിരുന്നു. എങ്കിൽ കൂടിയും കുറേ കഴിഞ്ഞപ്പോൾ ഡോക്ടറെ അടുത്ത് പോയി ഒന്നുകൂടി നോക്കിയപ്പോൾ കരളിന് വീക്കമുണ്ടെന്നറിയിച്ചു. അപ്പോൾ പാസ്പോർട്ടൊക്കെ ഇരുന്ന ഹസ്ബൻഡ് എന്നെ അറിയിച്ചു, എനിക്ക് പോകാൻ സാധിക്കത്തില്ല, എൻ്റെ കരളിന് വീക്കമുണ്ട്, എനിക്ക് ഇവിടുത്തെ മരുന്ന് അവിടെ ചെല്ലുമ്പോൾ ഭയങ്കര വിലയൊക്കെ ആയിരിക്കും, അപ്പോൾ ഞാനെങ്ങനെ അങ്ങോട്ട് പോകും, അതുകൊണ്ട് പോകാൻ സാധിക്കത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കാകെ ഒരു വിഷമമായി. കാരണം എൻ്റെ മക്കൾ 2 പേരും, ഒരാൾ 10ാം ക്ലാസ്സിലും ഒരാൾ 9ലുമാണ് പഠിക്കുന്നത്. അപ്പോൾ 10ാം ക്ലാസ്സുകാരൻ്റെ എക്സാം ടൈമാണ്. ആ സമയത്ത് 10ാം ക്ലാസ്സുകാരൻ എങ്ങനെ എഴുതും? അവൻ പഠനത്തിൽ ഉഴപ്പുമോ? ഭർത്താവ് അല്ലാതെ ഞാൻ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എക്സാം നല്ല മാർക്ക് കിട്ടില്ല എന്നും എനിക്കൊരു വിഷമവും ഉണ്ടായിരുന്നു, പേടിയും. എന്നാലും ഞാൻ ഭർത്താവിനോട് അറിയിച്ചു, എങ്കിൽ ഞാൻ പോകാം, നമ്മൾ അങ്ങനെയെങ്കിലും രക്ഷപ്പെടാമെന്നറിയിച്ചു. ഭർത്താവ് മനസ്സോടെയാണ് എന്നെ സമ്മതിച്ചു. ഞാൻ പോകാൻ തീരുമാനിച്ചു. മക്കൾക്ക് സമ്മതമില്ല എങ്കിലും അവരെ ഞാൻ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി. അവർ സമ്മതത്തോടു കൂടി തന്നെ ഞാൻ പോളണ്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. അപ്പോൾ ആ സമയത്ത് എൻ്റെ ഭർത്താവിൻ്റെ രോഗം ശരീരം നിറയെ നീരായി കഴിഞ്ഞു. ഒരു ദിവസം ഞങ്ങളുടെ അടുത്തേക്ക് വന്നപ്പോൾ സാധാരണ രീതിയിലുള്ള ഒരു ശരീരമായിരുന്നില്ല, നിറച്ചും നല്ല നീരായിട്ടിരിക്കുന്നു. എനിക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ടായി. മോൻ പറഞ്ഞു, പണ്ട് ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ, ശരിക്കും ശരീരത്തിൽ നീരുണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ സത്യം ഓർത്തു, ആദ്യമൊക്കെ പോകാൻ മടി കൊണ്ടായിരിക്കും ഹസ്ബൻഡ് അങ്ങനെ എന്നോട് പറഞ്ഞു തന്നു. പക്ഷേ ഇത് കണ്ടപ്പോൾ എനിക്കൊത്തിരി സങ്കടമായി. ശരിക്കും രോഗമുണ്ട് എന്നെനിക്ക് തോന്നി. ഞാൻ എന്നിട്ട് ഇങ്ങോട്ടേക്ക് പോകാൻ വേണ്ടി എൻ്റെ ഫ്രണ്ട് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നീ സങ്കടപ്പെടേണ്ട, നിൻ്റെ ആകുലത മൊത്തം ഒരേ ഒരു സ്ഥലത്ത് നീ പറയേ, കൃപാസന മാതാവിൻ്റെ അടുത്ത് ചെന്നാൽ നിനക്ക് പരിഹാരം കാണുവാൻ സാധിക്കുമെന്ന് പറഞ്ഞു. ഞാൻ മക്കളെയും കൂട്ടി ഞങ്ങൾ ഇങ്ങോട്ട് പോന്നു. ദൂരേക്ക് യാത്ര തനിച്ച് ചെയ്യാത്ത ഞാൻ ഒരുപാട് റിസ്ക് എടുത്ത് മക്കളെയും കൊണ്ട് ബസ്സിൽ കയറി പോന്നു. ഇവിടെ വന്ന് അമ്മയുടെ രൂപം കണ്ടപ്പോൾ ഒരുപാട് സങ്കടം തോന്നി. അപ്പം ആ സമയങ്ങളിൽ ഞാൻ ആകെ വിഷമത്തോട് പറഞ്ഞു, അമ്മ എനിക്കൊരു പോംവഴി കാണിച്ചു തരണം. അപ്പോൾ അങ്ങനെ ഞാൻ ഉടമ്പടി എടുത്തു. ഉടമ്പടിയിൽ എൻ്റെ നിയോഗത്തെ സമർപ്പിച്ചു. ഞാൻ ഇവിടുന്ന് പോകുമ്പോൾ വളരെ ഹാപ്പി ആയിട്ട് പോയി. എന്തോ എനിക്ക് വലിയൊരു പരിശുദ്ധാത്മാവിൻ്റെ ഒരു സന്തോഷം എന്നിലേക്ക് വന്നു. ഞാൻ വീട്ടിൽ ചെന്ന് മക്കൾക്ക് പ്രാർത്ഥനയിൽ മക്കൾക്കും ഹസ്ബൻഡും വന്നിരുന്നു. അപ്പം ഉപ്പ് ഞാൻ വെള്ളത്തിലിട്ടിട്ട്
ഞാൻ കൊടുത്തു. 2 ദിവസം കൊടുത്തു. 3-ാം ദിവസം ഹസ്ബൻഡ് അത്രമാത്രം വിശ്വാസത്തിലേക്ക് ഇത്തിരി കുറവായിരുന്നു എൻ്റെ ഭർത്താവിനും. അപ്പം ഞാൻ കൊടുക്കുന്ന സമയത്ത് 3-ാമത്തെ ദിവസം ഞാനൊന്ന് പരീക്ഷിച്ചു എങ്ങനെയായിരിക്കാം. മക്കൾക്ക് കൊടുത്തു. ഹസ്ബൻഡിന് ചോദിച്ചു എനിക്കും തരുന്നില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ എനിക്ക് വളരെ സന്തോഷമായി. കാരണം ഇതിൻ്റെ മഹത്വം എന്താണെന്ന് എൻ്റെ ഭർത്താവും മനസ്സിലാക്കിയെന്ന് ഞാൻ മനസ്സിലാക്കി. ഞാൻ എൻ്റെ ഭർത്താവിനും കൊടുത്തു. ഇന്ന് എൻ്റെ ഭർത്താവിന് ആ രോഗമേ ഇല്ല. പിന്നെ ഞങ്ങൾ ഡോക്ടറെ അടുത്ത് ചെന്നു. അങ്ങനെ ഒരു രോഗം ഇല്ല, മരുന്നും കഴിക്കുന്നില്ല. ഒരുപാട് സന്തോഷമായി എനിക്ക്. നമ്മളുടെ വിഷമങ്ങൾ അറിയുന്ന ഈശോ മാതാവും ഒരമ്മയാണ്. മാതാവ് ഒരു അമ്മയാണ്, ഭാര്യയാണ്, ഒരു മകളാണ്. ഈ 3 വ്യക്തികളുടെയും മനസ്സിലാക്കുന്ന അമ്മ നമ്മുടെ എല്ലാ സങ്കടങ്ങളും മനസ്സിലാക്കുമെന്ന് എനിക്ക് ഉറപ്പായി. അതുപോലെ തന്നെ 10ാം ക്ലാസ്സിൽ എക്സാം എഴുതി പോകുമ്പോൾ ഞാൻ മകൻ്റെ കയ്യിൽ മാതാവിൻ്റെ കാശുരൂപം വെച്ച് കൊടുക്കും. അപ്പോൾ ഞാൻ പറയും, മോനെ, എന്തെങ്കിലും ഒരു സംശയം നിനക്ക് വന്നാൽ, ഏതെങ്കിലും ഒരു ചോദ്യത്തിന് ഉത്തരം കിട്ടാതെ വന്നാൽ നീ അമ്മയെ മുറുകെ പിടിക്കണം, അമ്മ നിനക്ക് അത് പരിഹരിച്ച് തരുമെന്ന് പറഞ്ഞു. എൻ്റെ മകന് നല്ല വിശ്വാസം ഉണ്ടായിരുന്നു. എന്നും പോകുമ്പോഴും ചോദിച്ച് വാങ്ങിച്ചുകൊണ്ട് പോകും. തിരിച്ചു വരുമ്പോൾ പറയും, അമ്മേ, ഞാൻ ഒരു ക്വസ്റ്റ്യൻ എഴുതുമ്പോൾ എനിക്കൊരു സംശയം വന്നാൽ ഞാൻ പോക്കറ്റിൽ എൻ്റെ കൈ വെച്ചിട്ട് അമ്മയോട് പറയും, അമ്മേ, ഞാൻ പഠിച്ചതാണ്, സ്റ്റാർട്ടിങ് കിട്ടുന്നില്ല എന്ന് പറയുമ്പോൾ അമ്മ അത് 2ാമത്തെ ക്വസ്റ്റ്യൻ എഴുതുന്നതിന് മുമ്പ് തന്നെ അത് ഓർപ്പിക്കും. അങ്ങനെ അവന് ഗ്രേസ് മാർക്കിൻ്റെ പോലും ആവശ്യമില്ലാതെ ഫുൾ A+ അമ്മ നേടിത്തന്നു. എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഞാൻ പഠിച്ച സ്കൂളിൽ എൻ്റെ മോന് ഫുൾ A+ കിട്ടുക എന്നുള്ളത്. അത് അസാധ്യമായൊരു കാര്യമാണെന്ന് തന്നെ ഞാൻ ചിന്തിച്ചു. കാരണം ഒത്തിരി ഹാർഡ് വർക്ക് ചെയ്യണം കുട്ടികൾക്ക്. അപ്പോൾ അവനത് നേടിയെടുത്ത് തന്നു. അവന് ഇപ്പോൾ കമ്പ്യൂട്ടർ സയൻസിന് നല്ലൊരു സ്കൂളിൽ തന്നെ അഡ്മിഷൻ കിട്ടി. പൈസയൊന്നും കൊടുക്കാതെ തന്നെ. എനിക്കൊരുപാട് സന്തോഷമായി. അവൻ്റെ ആഗ്രഹങ്ങൾക്കൊത്ത രീതിയിൽ അവന് പഠിക്കുവാൻ സാധിച്ചു. ഇപ്പോഴും നല്ല രീതിയിൽ പഠിക്കുന്നുണ്ട്. 2ാമത്തെ മോൻ അത്രയേറെ കഴിവുകളൊന്നുമില്ല എങ്കിൽ പോലും ഓണപരീക്ഷയിൽ ഇളയ മോന് മാർക്ക് തീർത്തും മോശമായിരുന്നു. ആ സമയത്ത് ഞാൻ സ്കൂളിൽ നിന്ന് കരഞ്ഞുകൊണ്ടാണ് ഞാൻ പോകുന്നത്. കാരണം ടീച്ചേഴ്സ് എല്ലാവരും പറയും, എന്താ ചേച്ചി മൂത്തവനെ പോലും ഒന്നും പഠിക്കുന്നില്ലല്ലോ ഇളയാളെന്ന്. പക്ഷേ എനിക്ക് ഒരു അമ്മയുടെ മനസ്സായ എനിക്ക് 2 മക്കളെ വേറിട്ട് കാണാൻ പറ്റത്തില്ല. 2പേരെയും ഒരേപോലെ കാണാനേ സാധിക്കത്തുള്ളൂ. ഒരാൾക്കൊരു പോരായ്മ ഉണ്ടെങ്കിൽ അവനെ മാറ്റി നിർത്താനും എനിക്ക് പറ്റില്ലായിരുന്നു. മൂത്തയാളുടെ നല്ല കഴിവും ഇളയാൾക്ക് ഇത്തിരി പഠനത്തിൽ കുറവുള്ളപ്പം ആ മകന് വല്ലാത്തൊരു വിഷമമുണ്ട്. എന്നെ അമ്മ സ്നേഹത്തിൽ കുറയുമോ, മൂത്ത മോനോട് സ്നേഹം കൂടുതലായിരിക്കുമെന്ന് ഇളയ മോനൊരു വിഷമമുണ്ട്. അവനെന്നോടത് പറയുകയും ചെയ്തിട്ടുണ്ട്, അമ്മയ്ക്ക് എന്നോടൊരു വിഷമമുണ്ടോ, സങ്കടമുണ്ടോ, ഞാൻ പഠിച്ചോളാം എന്നൊക്കെ. അപ്പോൾ ഞാൻ ഒത്തിരി സങ്കടപ്പെട്ടു. ഞാൻ അവനൊരിക്കലും തളർത്താറില്ല. എപ്പോഴും ഞാൻ അവനോട് പറയും, മോനെ, ഈശോ ഒരു പദ്ധതി നമുക്ക് പ്ലാൻ ചെയ്യാറുണ്ട്. നിൻ്റെ കഴിവ് പഠനത്തിലായിരിക്കില്ല. ഞാൻ പള്ളിയിൽ കൊയറ് പാടുന്ന ആളാണ്. അപ്പോൾ പാടാൻ കഴിവ് എൻ്റെ മോനും കൊടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ പറയും, നിനക്ക് പാടാൻ നല്ല കഴിവ് നമ്മുടെ തമ്പുരാൻ തന്നിട്ടുണ്ട്, നീ അതിലൂടെ രക്ഷപ്പെടാനായിരിക്കാം. നീ എന്തായാലും എനിക്കൊരു കുഴപ്പമില്ല. എങ്ങനെയായാലും നമ്മൾ നല്ല മനസ്സുള്ള നല്ല വ്യക്തിത്വങ്ങളായി മാറിയാൽ മതി. ഈശോയ്ക്ക് ഇഷ്ടമുള്ള രീതിയിൽ ജീവിച്ചാൽ നമുക്ക് വേറെ സമ്പാദ്യം ഒന്നും വേണ്ട എന്ന് ഞാൻ അവർക്ക് മനസ്സിലാക്കി കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ വരുമാന മാർഗം. ഞാനിനി എന്താണ് ചെയ്യേണ്ടത് എന്ന്, കാരണം പോളണ്ടിലേക്ക് പോകാനുള്ള എൻ്റെ വഴിമുട്ടി. അപ്പോൾ ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് എനിക്ക് യാതൊരു ലക്ഷ്യവും ഉണ്ടായിരുന്നില്ല. ഇവിടെ വന്നതിന് ശേഷം അമ്മ വഴി എനിക്ക് ഒരു പദ്ധതി എൻ്റെ മനസ്സിലേക്ക് ആശയമിട്ട് തന്നു. എനിക്ക് വാഹനമുണ്ട്, ഒരു കാറുണ്ട്. അപ്പോൾ കാറ് നമ്മുടെ വീട്ടിലേക്ക് ഇറങ്ങി വരത്തില്ല, വഴി ഇല്ല. അപ്പോൾ വണ്ടി ഇറങ്ങാൻ വരാനുള്ള വഴിയില്ലാത്തത് കാരണം ഞാൻ പല വീടുകളിലും ആശ്രയിക്കാറുണ്ടായിരുന്നു. എല്ലാ വീടുകളിലും 3 മാസം 4 മാസം ഒക്കെ വീടുകളിൽ കൊണ്ടുവന്ന് ഇടുമ്പോൾ ആദ്യ ദിവസമൊക്കെ അല്ലെങ്കിൽ 2 മാസം കഴിയുമ്പോൾ ഒക്കെ അവർക്ക് മൂഡ് ഔട്ടായി തുടങ്ങുമ്പോൾ മാറ്റാമോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഒരു കുഴപ്പമില്ല, മാറ്റിക്കോളാം എന്ന് പറയും. അവിടെ ഞാനൊരു വിഷമവും കാണിക്കാറില്ല. കാരണം നമുക്ക് തമ്പുരാൻ തന്നതാണ് ഇതെല്ലാം. പക്ഷേ അതിന് എന്തെങ്കിലും ഒരു ഇതുണ്ടാവും. എനിക്കൊരു പോംവഴി ദൈവം തരുമെന്ന് അന്നും ഇന്നും എപ്പോഴും എനിക്കൊരു അടിയുറച്ച വിശ്വാസമുണ്ട്. അങ്ങനെ ഞാൻ പലയിടങ്ങളിലും, അവസാനം പള്ളിയിൽ പോലും, അടുത്തുള്ള പള്ളിയിൽ പോലും ഞാൻ കൊണ്ട് വാഹനം വിട്ടു. അച്ഛന് ഭയങ്കര സന്തോഷം, കുഴപ്പമില്ല. പക്ഷേ അവിടുത്തെ കുറച്ച് ആളുകളിലൊക്കെ കൂടി പറഞ്ഞു അവിടുന്ന് മാറ്റണം. അങ്ങനെയാന്ന് പറഞ്ഞപ്പോൾ അവിടുന്ന് മാറ്റേണ്ടി വന്നു. ഉള്ളിൽ മനസ്സിൽ ഒത്തിരി വിഷമമുണ്ടെങ്കിലും ഞാനത് പുറമേ കാണിക്കാതെ ഞാൻ അവിടുന്ന് മാറ്റി. അപ്പോൾ ഞാൻ മാതാവിനോട് ഈശോടും പള്ളിയിൽ ചെല്ലുമ്പോൾ പറഞ്ഞു,
എനിക്ക് തന്നത് വേറെ ആരുമല്ല. പക്ഷേ ഈ വാഹനത്തെ ഞാൻ എവിടെ ഇടണമെന്നും എനിക്കറിയില്ല. ഏതെങ്കിലും ഒരു വഴി എനിക്ക് കാണിച്ചു തരണം. അങ്ങനെ ഇരുന്നപ്പോഴാണ് എനിക്കിവിടെ വന്നതിന് ശേഷം ആ ബോധ്യം വന്നത്. എനിക്ക് ടൗൺ ഭാഗത്ത് കുറച്ച് സ്ഥലമുണ്ട്. അവിടെ കാർഷിക രീതിയിലുള്ള ഏലമൊക്കെ ഞങ്ങൾ ചെയ്തേക്കുന്നത് കൊണ്ട് അവിടെ നമ്മൾ വണ്ടി ഇടാനുള്ള തീരുമാനമൊന്നും മനസ്സിലേക്ക് വന്നിരുന്നില്ല. ആ ഏലമൊക്കെ മാറ്റി, നിനക്ക് എന്തുകൊണ്ട് അവിടെ വണ്ടി ഇട്ടുകൂടാ, നിൻ്റെ സ്ഥലം നിനക്ക് ഞാൻ തന്നതല്ലേ. അപ്പോൾ അങ്ങനെ ഒരു ചോദ്യം എൻ്റെ മനസ്സിലേക്ക് വന്നപ്പോൾ ഞാൻ ആ സ്ഥലത്ത് പെട്ടെന്ന് തന്നെ ഒരു ഷെഡ് ഉണ്ടാക്കാം എന്ന് തീരുമാനിച്ചു. ആ ഷെഡ് ഉണ്ടാക്കാനായി ഞാൻ അവിടെ ചെന്ന് ആളെ കണ്ടു കഴിഞ്ഞപ്പം ആ മനുഷ്യൻ പറഞ്ഞു, ലിസി എന്തിനാണ് ഇത്രയും നല്ല പ്ലേസിൽ ഒരു ഷെഡാക്കുന്നത്, നിനക്ക് നല്ലൊരു റൂമായിട്ട് പണിതുകൂടെ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഓർത്ത് ശരിയാ, റൂമായിട്ട് പണിയാം. അങ്ങനെ ഞാൻ 2 റൂം പണിയുകയും എനിക്ക് ലോണിനായിട്ട് എവിടെയോ ഒരു സാറ്, പഞ്ചായത്ത് വഴിയാണെങ്കിൽ പോലും ഞാൻ സാറിനെ ഈ നിമിഷം വരെ കണ്ടിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ സത്യം. ആ സാർ എന്നോട് പറഞ്ഞു, ഫോണിൽ പറഞ്ഞു, ചേച്ചി നമുക്ക് ലോണിന് വേണ്ടി അപേക്ഷ വയ്ക്കാം, ചേച്ചിക്ക് വ്യവസായ വകുപ്പിൽ നിന്ന് ലോൺ കിട്ടും, ചേച്ചിക്ക് പലിശ കുറവാണ്, സബ്സിഡി കിട്ടും എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, സാർ എനിക്ക് എത്രയും പെട്ടെന്ന് അത് വാങ്ങിത്തരുമോ? അപ്പോൾ സാർ പറഞ്ഞു, ഒരു കുഴപ്പമില്ല, വാങ്ങിത്തരാമെന്ന്. അങ്ങനെ 7 ലക്ഷം രൂപ എനിക്ക് ലോൺ കിട്ടുകയും ബാക്കിയുള്ള സ്വർണ്ണം വെച്ച് 7 ലക്ഷം രൂപയും കൂടി അങ്ങനെ 10-15 ലക്ഷം രൂപയായി. ഞാൻ അവിടെ എല്ലാം കൂടി പണി തീർന്നപ്പോൾ ഒന്നുമില്ലായ്മയില്ല ഞാൻ തുടങ്ങിയത്. അപ്പോൾ 2 റൂം ആയി വന്നപ്പം എന്തുകൊണ്ട് ബിസിനസ് ചെയ്തുകൂടാ എന്ന് തീരുമാനിച്ചു. അപ്പോൾ ഭർത്താവിന് കിടങ്ങൂർ, പാല കിടങ്ങൂരിലാണ് നഴ്സറിയിലാണ് നിന്നുകൊണ്ടിരുന്നത്, ഹസ്ബൻഡിൻ്റെ ചേട്ടൻ്റെ നഴ്സറിയിൽ. അപ്പോൾ ആ ജോലിയൊക്കെ എൻ്റെ ഹസ്ബൻഡിന് നന്നായിട്ട് അറിയാവുന്നത് കാരണം ഞാൻ ഓർത്തു, അങ്ങ് ദൂരതയിൽ ഞങ്ങൾ 2 പേര് കഴിയുന്നുണ്ടല്ലോ, മക്കളോടൊപ്പം എന്നോടൊപ്പം തന്നെ ഹസ്ബൻഡും കഴിയുമ്പോൾ ഞങ്ങൾക്കതൊരു സന്തോഷമുള്ള കുടുംബമാകുമല്ലോ എന്ന് ഞാൻ ഓർത്ത് ഹസ്ബൻഡും ഇപ്പോൾ ഞങ്ങളോട് ഒത്തുചേർന്ന് തന്നെ നമ്മളൊരു നേഴ്സറി തുടങ്ങാൻ തീരുമാനിച്ചു. ആ നേഴ്സറിയിൽ ഞങ്ങൾ വേറൊന്നും മടി കാണിച്ചില്ല, വേറൊരു പേരും എൻ്റെ മനസ്സിലേക്ക് വന്നില്ല. കൃപാസന നഴ്സറി ആൻഡ് ഗാർഡൻ എന്ന് ഞാൻ പേരിട്ടു. വളരെ സന്തോഷത്തോടെ, വളരെ അഭിമാനത്തോടു കൂടി തന്നെ ഞാൻ ഇന്ന് ഇവിടെ നിൽക്കുമ്പോൾ എൻ്റെ അമ്മ തന്ന ആ ഗിഫ്റ്റ് എന്തും എപ്പോഴും എനിക്ക് തരാറുള്ളത് എൻ്റെ അമ്മയും ഈശോയുവാ. അത് ഞാൻ എവിടെയും പറയും എപ്പോഴും. കാരണം പെറ്റമ്മ മറന്നാലും ആര് നിന്നെ തള്ളിക്കളഞ്ഞാലും നിന്നെ ചേർത്ത് പിടിക്കാൻ ഞാനുണ്ടെന്ന് തെളിയിച്ച് കാണിച്ച എൻ്റെ ഈശോ, എൻ്റെ അമ്മയുടെ മാധ്യസ്ഥം അമ്മ എന്നെ ഒത്തിരി ചേർത്ത് പിടിച്ചിട്ടുണ്ട്. എൻ്റെ കുഞ്ഞിലേ മുതൽ പല ദുഃഖങ്ങളിലും അമ്മേൻ്റെ കൂടെ നിന്നിട്ടുണ്ട്. ആ തകർച്ചയിലൂടെ ഞാൻ കടന്നു പോകുമ്പം സഹനങ്ങൾ ഒത്തിരി എന്നെ വരുമ്പോൾ ആ സഹനത്തിലൊക്കെ ഞാൻ പള്ളിയിൽ ചെല്ലുമ്പോൾ കൊയറിലുള്ളത് കൊണ്ട് ചില അച്ഛന്മാരോട് എൻ്റെ സങ്കടങ്ങൾ അറിയാമെങ്കിലും അച്ഛൻ പറയും, നിനക്ക് ഒരുപാട് സങ്കടം വരുമ്പോൾ നീ അൾത്തറയിൽ വന്ന് നിന്നിട്ട് ആ കാസിയും പീലാസിയും ഉയർത്തുമ്പോൾ നീ നിൻ്റെ സങ്കടത്തെ ഏറ്റുപറയേ. അപ്പം നിമിഷം നമ്മുടെ കർത്താവ് ഏറ്റെടുക്കുക സങ്കടമെന്ന്. ഞാൻ പൊട്ടിക്കരഞ്ഞിട്ടുണ്ട് പല സങ്കടങ്ങളിലും. എനിക്ക് തുറന്ന് പറയാൻ പറ്റാത്ത ഒത്തിരി സങ്കടങ്ങൾ എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ആ വേദനകളെല്ലാം ഞാൻ ഉള്ളിൽ ഒതുക്കി പിടിച്ചുകൊണ്ട് മറ്റുള്ളവരോട് സങ്കടം കാണിക്കാതെ ചിരിച്ചുകൊണ്ട് മാത്രം പെരുമാറുന്ന എനിക്ക് ആ ഒരു സ്വഭാവം എനിക്ക് ഈശോ തന്നതാണ്. ആരെയും ഞാൻ എൻ്റെ സങ്കടം അറിയിക്കാറില്ല. എനിക്ക് എൻ്റെ 2 മക്കളെ കിട്ടി. ഇത്രത്തോളം എനിക്ക് വഴികൾ തെളിയിച്ചു തന്നു. എപ്പോഴും ഒരു കരുതലായിട്ട്, ഒരു മരണത്തിൻ്റെ വക്കിലേക്ക് പോലും വിടാതെ എന്നെ കൈപിടിച്ചുയർത്തി ഈശോയ്ക്ക് എനിക്ക് ഒരുപാട് നന്ദിയുണ്ട്. ഒരുപാട് എന്നെ സൃഷ്ടിച്ചതാണെങ്കിൽ എനിക്കൊരു പദ്ധതിയുണ്ട് എന്ന് മനസ്സിലാക്കി തന്നു. എനിക്കറിയാം ഓരോ വ്യക്തികളും സങ്കടം കാണിക്കുമ്പോൾ അവരിലൊക്കെ തമ്പുരാനികളെ വാർത്തെടുക്കുന്നതാണ്. സഹനം തരുമ്പോഴാണ് നമ്മൾ കൂടുതൽ എടുക്കുന്നത്. ഞാൻ അറിയുന്നുണ്ട്. കാരണം നമ്മളെപ്പോഴും സന്തോഷമായിട്ടിരിക്കുമ്പോൾ നമുക്ക് ഒരിക്കലും പറ്റത്തില്ല ഈശോയിലേക്ക് അടുക്കാൻ. നമ്മൾ മറന്നു പോകത്തേ ഉള്ളൂ. പക്ഷേ നമ്മുടെ സഹനങ്ങൾ ഓരോന്നായിട്ട് വരുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഈശോ നമ്മളെ വാർത്തെടുക്കുന്നതാണ്, തീച്ചൂളയിലിട്ട് വാർത്തെടുക്കുന്നതാണ്. നമ്മൾ അത്രമാത്രം കൃപാസനയിൽ വന്നു. അപ്പോൾ ഇവിടുത്തെ ഞാൻ അന്ന് ആ ബിൽഡിംഗ് പണിയാൻ വേണ്ടിയിട്ട് പണി നടത്തുമ്പോൾ എൻ്റെ അടിത്തറയിട്ടപ്പോൾ ആദ്യത്തെ കല്ലിൽ ഞാൻ ഉപ്പും അതുപോലെ തന്നെ തൈലവും കുരിശ് വരച്ചിട്ടാണ് ഞാൻ എൻ്റെ അടിത്തറയിട്ടത്, കല്ലിട്ടത്. ആ മൂലക്കല്ല് ഏറ്റവും ഞങ്ങൾക്ക് നല്ല ഉയർച്ചകളിലെത്തിക്കുമെന്ന നല്ല വിശ്വാസം, ധൈര്യവും എനിക്കുണ്ട്. ഇന്നും ഞാൻ അമ്മയോട് പറയും, അമ്മേ, കൃപാസനയിൽ പൂക്കൾ കുറഞ്ഞു പോയാൽ എനിക്കല്ല നാണക്കേട്, നിനക്കാണ് എന്ന് അമ്മയോട് ഞാൻ പറയാറുണ്ട്. അമ്മ ചിരിക്കുന്നുണ്ടാവും. ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ സംസാരിക്കുന്നത് എൻ്റെ അമ്മയോടെന്ന പോലെ ഞാൻ സംസാരിക്കാറുള്ളത്. അല്ലാതെ എപ്പോഴും
ഒരു ആകുലത വെച്ചുകൊണ്ട് എനിക്ക് തരണം എന്നല്ല. ഞാനെപ്പോഴും നല്ല രീതിയിൽ തന്നെ നമ്മളുടെ അമ്മയോട് നമ്മളെങ്ങനെ സംസാരിക്കുന്നോ അതുപോലെ തന്നെയാണ് സംസാരിക്കാറുള്ളത്. ഇന്നിപ്പോൾ കാരുണ്യ പ്രവൃത്തികളിൽ ഞാൻ ചെയ്യാറുണ്ട്. ഞാൻ ഒരു ഹ്യൂമൻ റൈറ്റ്സ് മനുഷ്യാവകാശ സംഘടനയിൽ ഇടുക്കി ജില്ലയുടെ പ്രസിഡൻ്റായിട്ട് വർക്ക് ചെയ്യുന്നു. അപ്പോൾ ആ സംഘടനയിൽ വർക്ക് ചെയ്യുമ്പോൾ പല ആളുകളെയും സഹായ ഹസ്തവുമായിട്ട് നമ്മൾ ചെല്ലാറുണ്ട്. അപ്പോൾ പല കാര്യങ്ങൾക്കായിട്ട് തിരഞ്ഞെടുക്കുമ്പോൾ ഞാനൊരു നല്ല പുണ്യപ്രവൃത്തിയിലേക്ക് പോകുവാൻ വേണ്ടി അവർക്ക് പ്രചോദനം കൊടുക്കാറുണ്ട്. അവരോട് പറയും, നമുക്ക് ആരുമില്ലാത്തവർക്ക് അവരുടെ അടുത്ത് പോയി ഒരു ദിവസമെങ്കിൽ അവരോട് ഷെയർ ചെയ്ത് അവരുടെ സങ്കടങ്ങളിലൊക്കെ പങ്കുചേർന്ന് അവർക്ക് സന്തോഷം കൊടുത്തുകൊണ്ട് അവർക്ക് എന്താണോ ആശയമുള്ളത് അത് നമുക്ക് സാധിച്ചു കൊടുക്കാം. അന്നത്തെ ഫുഡും ഒക്കെ നമ്മളുടെ തന്നെ ചെലവിൽ കൊടുക്കാം, അവർക്ക് ഡ്രസ്സും കൊടുക്കാം എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഞങ്ങൾ ചെയ്യാറുണ്ട്. കുട്ടികൾക്ക് സ്കൂൾ തുറക്കുമ്പോൾ കുടകളും ബാഗുകളും ഒക്കെ വാങ്ങിച്ചു കൊടുക്കാറുണ്ട്. അതുപോലെ ചെറിയ ചെറിയ സംഭാവനകളൊക്കെ ആരും അറിയാതെ തന്നെ ഞങ്ങൾ ചെയ്യാറുണ്ട്. എനിക്ക് പറ്റുന്നത് പോലെ തന്നെ ഞങ്ങൾ ചെയ്യാറുണ്ട്. അങ്ങനെ ദൈവത്തിന് ഇത്രമാത്രം കരുതലും സ്നേഹവും സന്തോഷവും ഒക്കെ തന്നത് ഈശോയ്ക്ക് എന്നും മഹത്വം ഉണ്ടാവട്ടെ. അനുഗ്രഹീതർ എന്ന് ജനതകൾ നിങ്ങളെ വിളിക്കും, നിങ്ങളുടെ ദേശം ആനന്ദത്തിൻ്റെ ദേശമാകും. വിശുദ്ധ ഗ്രന്ഥത്തിലെ മലാക്കി പ്രവാചകൻ്റെ പുസ്തകം 3-ാം അധ്യായം 12-ാം തിരുവചനമാണ്. സഹനങ്ങളിലൂടെ നമ്മെ ഉരുക്കി വാർത്തെടുത്ത് നമുക്ക് വേണ്ടിയിട്ട് പദ്ധതികൾ തയ്യാറാക്കുന്ന ദൈവത്തിൻ്റെ അനന്തമായ സ്നേഹത്തെക്കുറിച്ച് ഉടമ്പടി എടുത്തതിന് ശേഷം ഒന്നുകൂടി ബോധ്യപ്പെടുകയും ആ സഹനങ്ങളിലൂടെയാണ് തനിക്ക് ജീവിതത്തിൽ നേട്ടമുണ്ടായത് എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ അമ്മയ്ക്ക് ഈശോയ്ക്ക് സാക്ഷിയായി, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി ഈ മകള് നിൽക്കുകയാണ്. തൻ്റെ ഹസ്ബൻഡിന് കിട്ടിയ രോഗസൗഖ്യം, പിന്നീട് തങ്ങളുടെ മക്കളുടെ കാര്യത്തിലൊക്കെ ഉണ്ടായ പഠന മേഖലകളിലും അവർക്കുണ്ടായിരുന്ന പലവിധത്തിലുള്ള ബലഹീനതകൾ, അതിൽ നിന്നൊക്കെ എങ്ങനെയാണ് അവർക്ക് ഒരു മോചനം കിട്ടുന്നത്, അതായത് കൂടുതൽ നന്മയായ രീതിയിൽ അവർക്ക് നന്മകൾ ഭവിക്കുന്നത്, തനിക്ക് ഒരു വരുമാന മാർഗം എങ്ങനെ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലൂടെ തുറന്നു കിട്ടി. ഒരിക്കലും വിചാരിക്കാത്ത ഓരോ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം അമ്മ തോന്നിച്ച് തനിക്കും കുടുംബത്തിനും ചെയ്യാൻ സാധിച്ചത്. ഇന്ന് കുടുംബം ഒന്നിച്ച് നിൽക്കുവാൻ അതുകൊണ്ട് സാധിക്കുന്നു. ഹസ്ബൻഡിന് വന്ന അസുഖം, ആ അസുഖം വന്നത് ഇന്ന് തങ്ങൾക്ക് ഒരുമിപ്പിക്കാനായിരുന്നു എന്നുള്ള ഒരു ബോധ്യത്തിലേക്ക് തന്നെയാണ് ഈ മകള് ഇന്നിവിടെ നിൽക്കുക. അങ്ങനെ ജീവിതത്തിൽ കിട്ടിയ കൃപകൾക്ക് ഈ മകള് നന്ദി പറയുമ്പോൾ നമുക്കും നമ്മെ ചേർത്തണയ്ക്കുന്ന തമ്പുരാൻ്റെ കരങ്ങളിലേക്ക് നമ്മെ തന്നെ കൊടുത്തുകൊണ്ട് കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം. ദൈവത്തെ ആരാധിക്കാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന.